കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കോഴിക്കൂടിനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴേ കുറേ പേർക്ക് കുറേ ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കോഴിക്കൂട് ഒന്ന് വ്യക്തമായിട്ടൊന്ന് കാണിക്കണം, ഞങ്ങൾക്കും ഇതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു വീഡിയോ എന്തായാലും ഇടണേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നമ്മുടെ കോഴിക്കൂടും നമ്മുടെ കോഴികളെയൊക്കെ ഒന്നുകൂടെ കാണാം. ഇതെങ്ങനെയാണ് നമ്മൾ പണിഞ്ഞിരിക്കുന്നതെന്നും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം ഇതാണ് എൻ്റെ കോഴിക്കൂടെന്ന് പറഞ്ഞാൽ, കോഴിക്കൂടിൻ്റെ വാതിൽ ഇതാണ് കേട്ടോ. ഈ കോഴിക്കൂടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ രണ്ട് വീരപ്പന്മാരായ നമ്മുടെ ബ്രൂണോയും ബ്രൗണിയും കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തു നിന്നുള്ള യാതൊരു ആക്രമണവും നമ്മുടെ കോഴികൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ചേരക്കുഞ്ഞു പോലും നമ്മുടെ കോഴിക്കൂട്ടിൻ്റെ അടുത്തോട്ട് വന്നിട്ടുമില്ല ഇതുവരെ. അപ്പോൾ ഈ കോഴിക്കൂട് ഞാൻ കെട്ടിയത് നമ്മുടെ സർവീസിൽ നിന്നൊക്കെ ഞാൻ 2015 നാട്ടിൽ വന്നപ്പോഴേ ചെയ്തതാണ്. അപ്പം പഴയ വീടിൻ്റെ ഒരു സൈഡ് എടുത്തിട്ടാണ്, ഒരു എറമ്പ് ഭാഗം എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന അകത്തോട്ട് നോക്കിയാലറിയാം, നല്ല ഉള്ളുണ്ട് കണ്ടോ. നല്ല നീളത്തിലുള്ള 2 തിട്ടയായിരുന്നു. ആ തിട്ടയെ രണ്ടിനെയും കൂടെ ഒന്നാക്കിക്കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അകത്തോട്ട് നല്ല ഒരു ഉൾഭാഗം ഉണ്ടായിട്ട് ഒരു 10-25 കോഴികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് താമസിക്കാം. ഇത്രയും ഉള്ളുണ്ടായിട്ട് ഞാൻ അന്ന് വന്ന പണിക്കാരോട് പറഞ്ഞു, ഇതിനെ 2 പാർട്ടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പം 2 പാർട്ടാക്കിയെന്ന് വെച്ചാൽ, അപ്പം അതിൻ്റെ പകുതി ഭാഗം വെച്ചിട്ട് നെറ്റ് അടിച്ചിരിക്കുകയാണ്. നെറ്റ് അടിച്ച് ഇതേപോലെ ഒരു കൂടും കൂടെ സെറ്റ് ചെയ്തു. അപ്പം നമുക്ക് മുട്ടയിടുന്ന കോഴികളെ വേണമെങ്കിൽ താഴെയാക്കാം, അല്ലെ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ടെങ്കിൽ ഒരു 10-20 കുഞ്ഞുങ്ങൾ മേളിൽ നിൽക്കത്തക്ക രീതിയിൽ അങ്ങനെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അതെല്ലാം ഈ കോഴികൾ ഇടണമെന്നുണ്ടെങ്കിൽ അതിനെ മേലോട്ട് പോയി അവർക്ക് മുട്ടയിടാം. അങ്ങനെയൊക്കെയുള്ള ഒരു സൗകര്യത്തിലാണ് ചെയ്തത്. എന്തായാലും ഇങ്ങനെ തട്ടായിട്ട് കിടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ മേളിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കോഴികൾക്ക് പോയി മുട്ടയിടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിറവ് പറക്കി വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയയിൽ ഇങ്ങനെ മേലോട്ട് ഒരു തട്ട്, ഇങ്ങനെ 3 തട്ടായിട്ടാണ് നമ്മുടെ കോഴിക്കൂട് കിടക്കുന്നത്. ഐഡിയപരമായിട്ട് നമ്മൾ ചെയ്താൽ പിന്നെ എപ്പോഴും കിടന്ന് കോഴിക്കൂട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ചെയ്തതാണിത്. അപ്പം നമ്മുടെ പഴയ തലമുറയിലെ കോഴികളൊക്കെ പോയി. ഇപ്പം അവരിപ്പോൾ ഒരു 4 ഉള്ളൂ കേട്ടോ. അപ്പം അവർക്ക് മുട്ടയിടാനായിട്ട് ചെവിട് പോയ ഒരു കൊട്ടയും അതിനകത്ത് കുറച്ച് തുണിയൊക്കെ വെച്ച് കൊടുത്തിട്ട്, അപ്പം അവർ അതിനകത്ത് അവിടെ 4 പേരുണ്ട്. അവർ അങ്ങേ അറ്റത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പുതിയ പിള്ളേരെല്ലാം കൂടെ ഇപ്പോൾ ഇതിനകത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് തീറ്റയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അവരിങ്ങോട്ട് കയറി വരും. അപ്പോൾ നമുക്കത് കാണാൻ എന്തായാലും. അപ്പോൾ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ലെയർ മാഷ് ഒരു 4 മാസം 4.5 മാസം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മുട്ടയിടുന്ന സമയമാകുമ്പോഴത്തേക്ക് ലെയർ മാഷാണ് കൊടുക്കേണ്ടത്. പിന്നെ അങ്ങോട്ട് ഇത് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേങ്കിൽ നമ്മുടെ വീട്ടിൽ എന്ത് ആഹാരം ഉണ്ടെങ്കിലും അവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 45 ദിവസം കഴിയുമ്പം കൊടുക്കുന്നത് ഗ്രോവറാണ്. ഇതവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതും വാങ്ങിച്ച് കുറച്ച് അതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യും കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ അരി, ഞങ്ങളുടെ വീട്ടിൽ ഇതൊന്നും കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എല്ലാം നമ്മൾ കൊടുക്കണം. ഇനി ഗോതമ്പുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, നെല്ലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരഭാഗം വേവിച്ച ചോറുണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. പിന്നെ അസോള, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഞാനിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത് മാത്രമേ നമ്മുടെ കോഴി കഴിക്കത്തുള്ളൂ എന്ന് നമ്മൾ നിർബന്ധം പിടിച്ചാൽ കോഴികളും അതേപോലെ നിർബന്ധം പിടിച്ചങ്ങ് ഇരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്ത് ശീലിപ്പിക്കണം. ഇത് നമുക്കിനി അവരെ കൂട്ടിലിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കോഴിക്കൂട് തുറന്ന് നമുക്ക് നമ്മുടെ BB3 കോഴികൾ, BB3 80 കോഴികൾക്ക് നമ്മുടെ തീറ്റ ഇട്ട് കൊടുക്കാം. ഇങ്ങോട്ട് വരും പിള്ളേരെ, വാ 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 വാ, തീറ്റ വന്നു, വരൂ വരൂ വരൂ. എല്ലാവരും അപ്പുറം താഴെ നമ്മുടെ ചാണകക്കൂട്ടിൽ നിൽക്കുകയാണ്. ഇനി ലൈനായിട്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുക. അവിടുന്ന് ഓടി വരും. വെള്ളം വെച്ച് കൊടുക്കുന്നത് അപ്പുറമാണ് കേട്ടോ. കാരണം ഇവിടെ ഈ കൂട്ടിനകത്ത് തന്നെ വെള്ളം വെച്ച് കൊടുത്ത് അവരെ തട്ടിക്കളഞ്ഞൊരു പരുവാക്കും. അന്നേരം ഒരു സ്മെല്ലൊക്കെ വരും. അപ്പം കൂടൊക്കെ വൃത്തിയാക്കി ഒരു 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ കൂടൊക്കെ വൃത്തിയാക്കും. എല്ലാവരും വന്നിട്ടില്ല, കുറച്ച് പേര് ചാണകപ്പരയിൽ തന്നെ നിൽക്കുകയാണ്. ബാ 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 ബാ. അവിടെ കുറച്ച് പുല്ലൊക്കെ കിടപ്പുണ്ട്. അവർ മുട്ടയിടാനായിട്ട് കുറച്ച് പേര് കയറി ഇരിപ്പുണ്ട്. പിന്നെ പറഞ്ഞാൽ കൂട്ടിൽ 10 ദിവസം കൂടുമ്പോൾ കൂട് വൃത്തിയാക്കുക. എന്നിട്ട് കോഴിക്കാഷ്ടമൊക്കെ കൊണ്ടുവന്ന് ഒരു റിങ്ങിനകത്താണ് ഇടുന്നത്. നല്ലൊരു വളമാണ്.
പിന്നെ ഈ അറക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വലിയ സ്മെല്ലൊന്നും ഇല്ലാതെ അവർക്ക് ഇവിടെ കഴിയാം. പകൽ മൊത്തം അവർ ചാണകക്കൂട്ടിൽ നിൽക്കും. ഇങ്ങനെ കഴിക്കാറാകുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ കയറി വന്ന് ആഹാരമൊക്കെ കഴിക്കും. ഒരു പിന്നെ ടയർ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കയറി മുട്ടയിടും. പിന്നെ കുറച്ച് പേര് പോയി പുല്ലിനകത്ത് ആ ചാണകക്കൂട്ടിൽ പോയി മുട്ടയിടും. 12 പേരാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അവരെ വളർത്തിയപ്പോൾ എനിക്ക് കുറച്ച് പേരെയും കൂടൊക്കെ ഇങ്ങനെ കാലിയായിട്ടൊക്കെ താഴത്തേക്ക് വരുന്നുണ്ട്. അപ്പം കുറച്ച് പേരെയും കൂടെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഇതിന് എങ്ങനെയാണ് കൂട് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്, നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് കോഴികൾ വളരുന്നതെന്ന് നോക്കാം. ഇതാണ് ശരിക്കും നമ്മുടെ ചാണകക്കൂടെന്ന് പറയുന്നത്. നല്ല പൊക്കത്തിൽ ചെയ്തപ്പം നന്നായിട്ട് അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പം ഭാവിയിൽ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലാക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഇവിടെ 2 ഡോറായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ ഡോറും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലോട്ട് കയറിയിട്ട് തുറക്കാം. തുറന്നതിനകത്തോട്ട് കയറാം. അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊക്കെയാണ്. വെള്ളമൊക്കെ തീർന്നു. ഇനി തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് വെള്ളം കുടിക്കണം. ഇതങ്ങോട്ട് വെള്ളം എടുക്കാനായിട്ട് കൊണ്ടുവെക്കാം. അവിടെ ഓരോരുത്തരും ഇങ്ങനെ മുട്ട ഇട്ട് വെച്ചിരിക്കുന്നു. മുട്ട ഇടാനായിട്ട് കയറി നിൽക്കുന്നു. കള്ളിപ്പെണ്ണേ, ദിവസവും നമുക്ക് 12 അല്ലെങ്കിൽ 11 മുട്ട നമുക്ക് കിട്ടിയിരിക്കും. ഉണ്ട്, അടയൊന്നും ഇരിക്കത്തൊന്നും ഇല്ലെങ്കിലും എല്ലാ മുട്ടയ്ക്കും കാവലിരിക്കും അവിടെ. ഇവിടെ ഒരാൾ ഇട്ടതേ ഉള്ളൂ. എല്ലാവരും മേളിൽ കയറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കൂടിൻ്റെ പുറകു വശത്തോട്ട് വരുമ്പോൾ ഉള്ള വ്യൂ ആണ്. അപ്പോൾ ഇത് നേരത്തെ ഇവിടെ കവറിങ് ആയിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയ പ്രകാരം അവരോട് പറഞ്ഞു ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഓപ്പൺ ആക്കി തരണം. ഓപ്പൺ ആക്കിയിട്ട് അവർക്ക് ആ നെറ്റ് കൂടെ തന്നെ ഇനി താഴെ ചാണകക്കൂട്ടിൽ ഇറങ്ങുന്ന രീതിയിൽ അത് ചവിട്ടിക്കൊണ്ട് ഇറങ്ങണം. ഇങ്ങനെ ഇവിടെ ആക്കി ഇങ്ങനെ ഇട്ടു. ഇനി ഓരോരുത്തർ നമ്മുടെ ടയറിനകത്തും കയറി മുട്ടയിടുകയാണ്. ഇപ്പം ടയറിനകത്ത് നമ്മൾ പുല്ല് വെച്ചപ്പോൾ അവർക്ക് അത്ര സുഖം കിട്ടുന്നില്ല. നേരത്തെ അറക്കപ്പൊടിയായിരുന്നു. അറക്കപ്പൊടി അവരെല്ലാം ചകഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് മാറ്റിക്കൊണ്ട് പുല്ല് വെച്ച് കൊടുത്തപ്പോഴാണ് പിന്നെ ഈ താഴെ ചാണകക്കൂട്ടിലോട്ട് വന്ന് മുട്ടയിടാനായിട്ട് തുടങ്ങിയത്. അപ്പം അവർ എല്ലാം നിന്ന് നന്നായിട്ട് തീറ്റയൊക്കെ കഴിക്കുന്നുണ്ട്. ഇനി ഒരു പച്ചപ്പുല്ല് കാണാമെങ്കിൽ എല്ലാം കൂടെ ചാടി ഇഞ്ഞ് വരും. അപ്പോൾ ഇനി ഇവരിങ്ങോട്ട് ഇറങ്ങി വരാനും വീണ്ടും നല്ലൊരു സൗകര്യം, അവർക്ക് ഈ നെറ്റേ കൂടെ ഇറങ്ങി വരാൻ ഇച്ചിരി കാല് നോവുമെന്നുള്ളൊരു പേടി കോഴികൾക്ക് എന്തായാലും ഉണ്ടായി. അപ്പം നമ്മൾ എന്ത് ചെയ്ത് പാലം പോലെ ഇവിടെ നിന്ന് 2 തടികളെടുത്ത് അവർക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ പെരയുടെ ഒരു തിട്ട തന്നെ ഇങ്ങനെ നീളത്തിൽ അവിടം വരെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ പുറകുവശത്ത് നല്ലൊരു തിട്ട തന്നെ ഉണ്ടായിരുന്നു. ആ തിട്ട അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കോഴികളെല്ലാം തിന്നിട്ട് കണ്ട് ഇഞ്ഞ് വന്നിട്ടുണ്ട്. അവർ വെള്ളം കുടിക്കാനുള്ള സമയമാണ് ആഹാരം കഴിഞ്ഞിട്ട്. അപ്പം അവർക്ക് നടക്കാനുള്ള പാലങ്ങളെല്ലാം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെയിൻ ഡോറൊന്ന് അടച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. അടുത്ത ഡോറാണിത്. ചാണകം കൊണ്ടിടാനായിട്ട് നമ്മൾ പണിഞ്ഞിരിക്കുന്ന ഡോറാണിത്. എന്ന് വെച്ചാൽ ഫോൾഡ് ചെയ്യാം കേട്ടോ. ഇതിനെ ഫോൾഡ് ചെയ്യാം. നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള പണിക്കാരെ കിട്ടിയെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന് ഈ ഭിത്തിയുടെ അരുവിലോട്ട് ഇങ്ങനെ അങ്ങ് നീക്കി വയ്ക്കാം. കണ്ടോ, ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാണക വണ്ടി നമുക്ക് സൗകര്യത്തിന് നമ്മുടെ ഈ ഈ കുഴിക്കകത്തോട്ട് ചാണക കുഴിയിലോട്ട് കൊണ്ടുവന്ന ചാണകം നമുക്കങ്ങ് തട്ടിയിടാം. അപ്പോൾ നമ്മുടെ ഈ തറയിലൊന്നും പറ്റത്തുമില്ല. തറയിൽ നമുക്ക് പിന്നെ വാരിയും വേണ്ട. അതിൻ്റെ ഡോറ് ഈ സൈഡിലോട്ടൊന്ന് തുറന്ന് വെച്ചിട്ട് ഇങ്ങോട്ടങ്ങ് തൂമ്പ വെച്ചിട്ട് അങ്ങ് തട്ടിയങ്ങ് ഇടും. ഇപ്പം നമുക്ക് 1 ലോറി ചാണകം വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഇടാം. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് നമ്മൾ ചാണകക്കുഴിയായിട്ടും, ഒന്ന് ചാരം ഇടാനായിട്ടും, ഒന്ന് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോഴിക്ക് പുല്ലൊക്കെ കൊണ്ടിട്ട് കൊടുക്കാനായിട്ട് ഒരു പാത്രങ്ങ് എടുത്തു. ഇവിടെ മുറ്റം തൂക്കുന്ന കരിയില എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കൊടുക്കും. കോഴി ഈ കരിയിലയും ചാണവും ഇപ്പോൾ ഇവിടം വരെ പൊക്കത്തിൽ കിടന്ന ചാണകമാണ്. ഇവരതെല്ലാം പൊടിച്ച് ഈ ഒരു പരുവാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം കരിയിലയും എല്ലാം അതിനകത്ത് തന്നെ കിടന്നങ്ങ് പൊടിഞ്ഞങ്ങ് കിടന്നോളും. ഇതിൻ്റെ ഈ ചാണകക്കുഴിൻ്റെ താഴെ വശം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ടിൻ ഷീറ്റ് ഇട്ട് അടച്ചിരിക്കുകയാണ്. മുകളിലോട്ട് നെറ്റുമാണ് അടിച്ചിരിക്കുന്നത്. അപ്പം താഴെ യാതൊരു കാരണവശാലും യാതൊരു ഇഴജന്തുക്കളും കയറി വരാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പം എന്തായാലും ഇതിനകത്തോടൊന്നും ഒരു ഇഴജീവികളും കയറത്തില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് ആവശ്യത്തിനുള്ള വെട്ടവും വെളിച്ചമൊക്കെ കിട്ടാനായിട്ട് മുകളിലോട്ട് നമ്മൾ ഈ അകലമുള്ള നെറ്റ് അടിക്കുന്നതായിരിക്കും കോഴിക്കൂടിന് ഏറ്റവും നല്ലത്. കണ്ടില്ലേ? പിന്നെ ഫേസ്ബുക്കിനകത്ത് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, BB3 കോഴികൾ ചകഞ്ഞ് തിന്നത്തേ ഇല്ലെന്ന്.
BB3 കോഴികളും ആയാലും ഏത് കോഴിയാണെന്നെങ്കിലും ഏത് രാജാവിൻ്റെ വീട്ടിലെ കോഴികളാണെന്നെങ്കിലും കോഴികൾക്ക് ചെക്കിച്ചെറിഞ്ഞ് കഴിക്കാനേ അറിയത്തുള്ളൂ. അവർ ചെക്കിച്ചെറിഞ്ഞ് കഴിക്കും. ഈ കോഴികൾക്ക് അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല കേട്ടോ. അവരും എല്ലാം ചെക്കിച്ചെറിഞ്ഞാണ് കഴിക്കുന്നത്. ചെക്കിച്ചെറിഞ്ഞതുകൊണ്ടാണല്ലോ നമ്മുടെ ചാണകം നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടിയത്. ഈ ചാണകമൊക്കെ നേരത്തെ കൊണ്ടുവന്ന് നമ്മുടെ പറമ്പിൽ ഇടുമായിരുന്നു. അപ്പം മഴയൊക്കെ പെയ്യുമ്പോഴും അതിൻ്റെ ഗുണമൊക്കെ അങ്ങ് ഒലിച്ചു പോയിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ ചണ്ടി മാത്രമേ കിട്ടത്തുള്ളല്ലോ. അപ്പം അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിരുന്നാൽ അവിടെ കിടന്ന തണലത്ത് കിടന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും, കോഴിക്ക് തീറ്റയും ആവും. അപ്പം നമ്മൾ എപ്പോഴും ഒരു നേരം അവർക്ക് ആഹാരം കൊടുത്തില്ലെങ്കിലും കോഴികൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ജീവിച്ച് പോവുകയും ചെയ്യും. അപ്പം ഇവിടെ ഇങ്ങനെ അഴുക്ക് പറ്റാതിരിക്കാൻ ചാണകം കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഷീറ്റ് ഇട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരുന്നാലേ നമ്മുടെ ഈ തിട്ടയിലൊന്നും അങ്ങനെ ചാണകമൊന്നും പറ്റത്തില്ല. ഇതാണ് സംഭവം. അപ്പം ഒരെണ്ണത്തിന് ഇവിടെ ഉറപ്പിച്ച് നിർത്താനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കുറ്റി വെച്ചിട്ടുണ്ട്. ഇനി അവരുടെ വെള്ളം കൂടെ കൊടുക്കാം. ബാ വരിങ്, ബാ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങ് വെള്ളം വെക്കുന്നത് കൊണ്ട് അവരുടെ കൂട്ടിനകത്ത് അഴുക്കാവത്തില്ല. അല്ലെങ്കിൽ വെള്ളവും കാഷ്ടവും എല്ലാം കൂടെ കിടന്നിട്ടേ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവരുടെ കൂടെന്ന് വെച്ചാൽ 10 ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാണകത്തിൽ തന്നെ ഇടാം. ഇവിടെ കോഴി കാഷ്ടം ഇടാനായിട്ട് വേറെ ഒരു റിങ് ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു, അതിൽ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അത് അവിടെ കിടന്ന് അതിൻ്റെ ചൂടൊക്കെ പോയി അതങ്ങനെ നമുക്ക് ആവശ്യത്തിന് അന്നേരം അവിടെ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് വെള്ളമൊക്കെ ഇവർക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കണം. എപ്പോഴും ഇവർക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ദിവസവും ഇങ്ങനെ വെള്ളം കൊടുക്കണം, രാവിലെയും വൈകുന്നേരം. ഇതൊരു വലിയ പാത്രം ആയതുകൊണ്ട് അവർക്ക് ഒരു നേരം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എല്ലാം ഒരേപോലെ ആയിരിക്കുന്ന കോഴികൾ. BV380 കോഴികളെന്നാണ് എൻ്റെ പേര്. ഇത് ഗിരിരാജൻ കോഴികളാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഗിരിരാജൻ വേറെ കോഴികളാണ്, ഇത് വേറെ കോഴികളാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ 2 ഡോറ് വെച്ചിട്ടുണ്ട്. ഒന്ന് വേണ്ട ഇവിടെ ഉണ്ട്, കണ്ടോ. ഇത് ചാരമൊക്കെ കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇങ്ങനെ ചാരം കൊണ്ടിടാനായിട്ട്. ചാരം കൊണ്ടിട്ടിട്ടില്ല ഇതുവരെ, ഇടണം. എല്ലാവരും ഇങ്ങോട്ട് വരിക. ഇത് ഇവിടെ തുറന്നിട്ട് അവർക്ക് പുല്ലൊക്കെ ഇട്ട് കൊടുക്കാനും വേണ്ട. എല്ലാത്തിനേക്കാൾ ഇഷ്ടം പുല്ല്. കോഴിക്ക് പുല്ല് കൊടുക്കുമോ എന്ന് വരെ ചോദിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കോഴി പുല്ലൊക്കെ തിന്നാനായിട്ട് വേണ്ട ഇങ്ങനെ വന്നങ്ങ് നിന്നോളൂ. ഇപ്പം വയറൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവർക്ക് രാവിലെ ഒരു ട്രിപ്പ് കഴിഞ്ഞതാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പുല്ല് കഴിക്കാനായിട്ട്. ആടും പശുവും മാത്രമല്ല കോഴികൾക്ക് നന്നായിട്ട് പുല്ല് കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല മുട്ടയൊക്കെ നല്ല വലിപ്പമുള്ള മുട്ട കോഴികൾ, അതുപോലെ തന്നെ കോഴികളുടെ വയറ്റിൻ്റെ അസുഖങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ പല ടൈപ്പിലുള്ളതായ പുല്ലുകൾ നമ്മുടെ പറമ്പിലുള്ളത് ഗ്രോ ബാഗ് വളരുന്നതോ ഒക്കെ ആയ പുല്ലുകൾ കോഴിക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചേമ്പില, വാഴയില, കൂമ്പ്, പിണ്ടി ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കോഴികൾക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കോഴിയുടെ തീറ്റയും അസുഖങ്ങളും ഒക്കെ കുറിച്ചുള്ളതായ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കൂടിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ കൂട്ടിനകത്ത് നമ്മളിങ്ങനെ തടികൾ വെച്ച് പാലം മാതിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർ ആ പാലത്തേ കൂടെ കഴിഞ്ഞ വീട്ടിലൊക്കെ കണ്ടല്ലോ ഞങ്ങൾ, ആ പാലത്തേ കൂടെ ഈ കൂട്ടിനകത്തൂടെ ഇങ്ങനെ അങ്ങ് നടന്നോളും. ഏത് കൂട്ടിലാണോ അവർക്ക് ഇറങ്ങേണ്ടത്, ഇതാണ് പുല്ലുള്ളിടത്തോട്ട് ഇറങ്ങും, ചിലപ്പം കൂട്ടിലോട്ട് ഇറങ്ങും. ഇങ്ങനെ എല്ലാം ആയിട്ട് അവർ നല്ല സ്വാതന്ത്ര്യമായിട്ടാണ് ഇവിടെ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-100 കോഴികളെ വേണമെങ്കിലും വളർത്താം. പക്ഷേ എങ്കിലും ഞാൻ ആ പരിപാടിക്കൊന്നും നിൽക്കുന്നില്ല. എനിക്ക് കാരണം അത്രയൊന്നും നോക്കാൻ വയ്യ. ചെയ്യാവുന്നവർക്ക് പറ്റുന്നവർക്ക് ചെയ്യാൻ കേട്ടോ. നല്ല രീതിയിൽ നോക്കിയിട്ട് അവരെ വളർത്തി മുട്ടയൊക്കെ കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള മുട്ട കിട്ടുന്നുണ്ട്. എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള മുട്ട ഞാൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയൊക്കെ മതി. അപ്പം ആദ്യമായിട്ടൊക്കെ കോഴി വളർത്തൽ ചെയ്യുന്നവർക്ക് ഒരുപാട് ആദ്യം കയറി അങ്ങ് വളർത്തി നഷ്ടമാണെന്ന് പറയരുത്. ആവശ്യത്തിന് മാത്രം വളർത്തുക. ചെറിയ കൂടാന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണത്തിനെ വളർത്തി നിങ്ങൾ അതിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അളവ് കൂട്ടി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ കോഴിത്തീറ്റയുടെ കാര്യം, കോഴിത്തീറ്റ മാത്രം വാങ്ങിച്ച് നമ്മൾ കോഴിയെ വളർത്തുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ലാഭകരമൊന്നും ആവത്തില്ല. നമ്മുടെ വീട്ടിലുള്ളതും പറമ്പിലുള്ളതുമായ എല്ലാ സാധനങ്ങളും കോഴിക്ക് കൊടുത്ത് ശീലിപ്പിക്കുക എന്നുണ്ടെങ്കിൽ കോഴി വളർത്തൽ വലിയ നഷ്ടം എന്ന് ഞാൻ പറയത്തില്ല. എങ്കിൽ വലിയ ലാഭമല്ല.
അപ്പം എല്ലാവരും അങ്ങനെ പാലത്തേ കൂടെ കയറി ഇനി അകത്ത് വന്നു. അപ്പം അവർക്ക് വേണ്ട ചോറാണ്ട് ഇളക്കി കൊടുത്തിരിക്കുന്നതാണ്. ഇത് കണ്ടോ ഒരുത്തി കണ്ട് മുകളിലും കയറി നിൽപ്പുണ്ട് മുട്ടയിടാനായിട്ട്. കണ്ടോ കോഴികൾക്ക് എവിടെയാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അവർ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ആദ്യം കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഇടത്തുള്ളൂ. ഇവള് പണ്ട് മുതൽ ഈ മുകളിലാണ് ഇടുന്നത്. ഇതിവിടെ വിരിച്ച് തന്നെ ഒരു കോഴിയാണ്, നാടൻ കോഴി കുഞ്ഞത്. എന്നും അവൾ മുട്ടയിടും. അവർക്ക് കുറച്ച് ചോറ് ഇങ്ങനെ ഇളക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ ഒരു പകുതി വേവിച്ച ചോറും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചെറിയ തീറ്റയും കൂടെ ഇട്ട് കൊടുക്കാൻ അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അതന്നെ എല്ലാം നമ്മളെ കൊടുത്ത് ശീലിപ്പിക്കണമെന്ന് പറയുന്നത്. എല്ലാവരും കൂടെ വട്ടത്തിൽ പൂ മാതിരി എന്നാണ് കഴിക്കുന്നത്. ഇപ്പോൾ 2-3 പാത്രത്തിനകത്തായിട്ട് വെച്ചുവിടും. കാരണം ഈ 12 പേരും കൂടെ ഒരു പാത്രത്തിൽ തലയിട്ടാൽ എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പം ഒരു 2-3 ഇപ്പോൾ എല്ലാം കഴുകാനായിട്ട് പുറത്തോട്ട് എടുത്തിരിക്കുക പാത്രങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കോഴിക്കൂടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളും ഇതേപോലെയൊക്കെ കോഴിയെ വളർത്തുക. കോഴിക്കൂട് സെറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ കോഴിക്കൂട് സെറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരത്തില്ല. അപ്പം അവനവൻ്റെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു 10 കോഴിയെ വളർത്താനായിട്ട് വലിയ കൂടിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ വലുതായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചാണകമൊക്കെ ഇട്ട് ഒരു കൂടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയാനായിട്ട് സാധിക്കും. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.